ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നാളെ നടക്കാനിരിക്കുന്ന EDPയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് അതേപോലെ തന്നെ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് അതിനെക്കുറിച്ച് ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അതിലത്തെ എല്ലാ ക്വസ്റ്റ്യൻസും നിർബന്ധമായിട്ടും പഠിക്കുക. essay ക്വസ്റ്റ്യൻ വരെയുള്ള എന്തൊക്കെ ക്വസ്റ്റ്യൻസ് അതിലുണ്ടോ അതെല്ലാം നിർബന്ധമായി നിങ്ങൾ പഠിക്കുക. കൂടാതെ നമുക്ക് ഓരോന്ന് ചാപ്റ്റർ വൈസ് ആയിട്ട് ഞാനിവിടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഫസ്റ്റ് ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ അതിൽ നമുക്കിപ്പം 2-3 ക്വസ്റ്റ്യൻ പേപ്പർ റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, എന്താണ് ഓൺട്രപ്രണർ. അപ്പം മീനിങ് ആൻഡ് ഡെഫിനേഷൻ നിർബന്ധമായിട്ടും പഠിക്കുക. ഒന്നില്ലെങ്കിൽ ഡെഫിനേഷൻ ആയിട്ട് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതല്ലെങ്കിൽ ജനറൽ ആയിട്ട് പറയുന്ന കാര്യമുണ്ട്. അപ്പം അതെങ്ങനെയാണോ നിങ്ങൾക്ക് സൗകര്യം ആ രീതിയിൽ തന്നെ നിങ്ങൾ ഒരു ഓൺട്രപ്രണറിന്റെ കാര്യങ്ങളൊന്ന് പഠിച്ചോളുക. ആ ഡെഫിനേഷൻ നിർബന്ധമായിട്ട് പഠിക്കാം. അപ്പൊ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഡെഫിനേഷൻസ് ഉണ്ട്. അപ്പൊ എന്തായാലും ഒരു ഡെഫിനേഷൻ മസ്റ്റ് ആയിട്ട് പഠിക്കുക. കാരണം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ഓൺട്രപ്രണർ ഈസ് എ പേഴ്സൺ ഹു ക്രിയേറ്റ്, ഡെവലപ്പ് ആൻഡ് മാനേജ് എ ബിസിനസ് എന്റർപ്രൈസ്. അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രണർ എന്ന് പറയുന്നത് ഹു സ്റ്റാർട്ട്സ് ആൻഡ് ഓപ്പറേറ്റ്സ് ഹിസ് ഓൺ ബിസിനസ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒരു ഓൺട്രപ്രണർ എന്ന് പറഞ്ഞാൽ ഒരു ഐഡിയനെ, കൺസെപ്റ്റിനെ അവരൊരു റിയാലിറ്റി ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആളാണ്. അല്ലെങ്കിൽ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങി അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളാണ്. അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക, മാനേജ് ചെയ്യുക ഒരു ബിസിനസ് എന്റർപ്രൈസ്. ഇതെല്ലാം അതിൻ്റെ മീനിങ് തന്നെയാണ് കാണിക്കുന്നത്. പിന്നെ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓൺട്രപ്രണർ. 2 വട്ടം ഇത് റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് അവിടെ ചാൻസ്, അതായത് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇനി വീണ്ടും ആ ക്വസ്റ്റ്യൻസ് ഒരു പക്ഷെ റിപ്പീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതൊന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ട് അല്ലാത്ത കുറെ കാര്യങ്ങളിലേക്ക് അത് മൂവ് ചെയ്യാം. പക്ഷെ നമ്മൾക്ക് എങ്ങനെയാണത് വരിക എന്ന് അറിയാത്തതുകൊണ്ട് നിർബന്ധമായിട്ടും കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പം ഇതിൽ 2 വട്ടം റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, essay ക്വസ്റ്റ്യൻ ആണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ ക്ലാസിഫിക്കേഷൻ essay ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അതേപോലെ തന്നെ ഈ essay ക്വസ്റ്റ്യനിൽ തന്നെ ഓരോ ക്ലാസിഫിക്കേഷൻ പറയുന്നുണ്ടല്ലോ, അതിൽ പ്യുവർ ഓൺട്രപ്രണർ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഇത് വേണമെങ്കിൽ നമുക്കൊരു 5 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ ആ സബ് പോയിന്റുകൾ മെയിൻ ആയിട്ട് എഴുതുക, എക്സ്പ്ലനേഷനും നിർബന്ധമായിട്ട് വേണം. ഓക്കെ, ഇനി നമുക്ക് ഇപ്രാവശ്യം വേണമെങ്കിൽ ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ മാത്രം ചോദിക്കാം. ക്ലാരൻസ് ഡാൻഹോഫ് എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പൊ ഇതിൽ 2 മാർക്കിന് ചോദിക്കുക, വാട്ട് ഇസ് ഇന്നോവേറ്റീവ് ഓർ അഡോപ്റ്റീവ്, അങ്ങനെ വരാം. അല്ലെങ്കിൽ ഫാബിയൻ ഓൺട്രപ്രണേഴ്സ്, ഡ്രോൺ ഓൺട്രപ്രണേഴ്സ്, ഇതിനെല്ലാം ചാൻസ് കൂടുതലാണ്. നമ്മൾ കണ്ട ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്ന് പ്യുവർ ഓൺട്രപ്രണറും ഒന്ന് സോഷ്യൽ ഓൺട്രപ്രണറും ആണ് ചോദിച്ചിരിക്കുന്നത്. ബാക്കി 2 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ടെക്സ്റ്റ് ഇല്ലാത്തതായിരുന്നു, പ്രൊഫഷണൽ ഓൺട്രപ്രണറും പോർട്ട്ഫോളിയോ ഓൺട്രപ്രണേഴ്സും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ടെക്സ്റ്റ് ഇല്ലാത്ത പുതിയ ടെക്നിക്കിലേക്ക് അത് മാറാനും സാധ്യത കൂടുതൽ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ട്രേറ്റ്സ് ആണ്, ക്വാളിറ്റീസ്. ഒരു നല്ലൊരു ഓൺട്രപ്രണർക്ക് വേണ്ട ഗുണങ്ങളാണ്. ഈ ഒരു ചാപ്റ്റർ ഒക്കെ വളരെ സിമ്പിൾ ആണ് കേട്ടോ. ഇതിൽ നമുക്ക് പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഓൺട്രപ്രണർക്ക് വേണ്ടത് എന്താണ്? ഒന്ന്, നമുക്കൊരു പാഷനാണ് ആ ബിസിനസ്സിന്, അല്ലേ? ക്രിയേറ്റീവ് ആയിരിക്കണം, നമുക്ക് എന്തും ത്യജിക്കാനുള്ള ഒരു മനോഭാവം, ഏത് റിസ്ക് ഏറ്റെടുക്കാനുള്ളത്, ഹാർഡ് വർക്ക് ചെയ്യാനുള്ളൊരു മെന്റാലിറ്റി, ഒരു ഹൈ അച്ചീവ്മെന്റ് നേടണം എന്നുള്ളൊരു ഡിസയർ, നമ്മളെപ്പോഴും ഒരു ഓപ്റ്റിമിസ്റ്റിക് ആവാം, നല്ലൊരു ദീർഘവീക്ഷണം ഉണ്ടാവുക, ഫോഴ്സായിട്ട്, സെൽഫ് കോൺഫിഡൻസ്, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള എബിലിറ്റി, കമ്മ്യൂണിക്കേഷൻ, ഇതെല്ലാം നമുക്ക് അത്യാവശ്യമാണ്. അതേപോലെ തന്നെ ടെക്നിക്കൽ ആയിട്ടുള്ള എന്തൊക്കെ സ്കില്ലുകൾ, നോളേജ്, മാറ്റത്തിന് അനുസൃതമായിട്ടില്ലെങ്കിൽ മാറാൻ ഒരു വില്ലിംഗ് ആയിട്ട് വരിക, ഡിറ്റർമിനേഷൻ, കറേജ്, പെർസിവിയറൻസ്, പിന്നെ നല്ല ലീഡർഷിപ്പ് ഉണ്ടായിരിക്കണം, ടീം സ്പിരിറ്റ് ഉണ്ടായിരിക്കും. കാരണം ഒരു ടീമിനെയാണ് നമ്മൾ നയിക്കുന്നത്, അല്ലേ? അപ്പൊ ടീം സ്പിരിറ്റ് ഉണ്ടായിരിക്കണം. അപ്പൊ ഇത്രയാണ് ഇതിൽ നോക്കാനുള്ളത്. പിന്നെ നമുക്ക് ഇനി ചാൻസുകളാണ് ഫങ്ഷൻസ് ഓഫ് ഓൺട്രപ്രണർ. നിങ്ങൾ വിചാരിക്കുന്നത് എന്തെല്ലാം പറയുന്നതെന്നുള്ളത്, പക്ഷേ ഇതെല്ലാം ഒന്നിനൊന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ചാപ്റ്റർ വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്. കാരണം നമുക്ക് ആ ക്വസ്റ്റ്യൻസ് നോക്കി, ഇനി ഫങ്ഷൻസ് ഇതുവരെ ചോദിച്ചിട്ടില്ല. അപ്പോൾ ഒരു പക്ഷേ നമുക്ക് ബാക്കിയെല്ലാം അങ്ങനെ വന്ന സ്ഥിതിക്ക് അതിന്റെ ഫങ്ഷൻസ് നല്ലൊരു ചാൻസ് ഉണ്ട്. ഒരു പ്രൊജക്ട് പ്ലാൻ ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, റിസ്ക് ഏറ്റെടുക്കുക. അപ്പോൾ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് ഇതിലെല്ലാ പോയിന്റ്സുകളും. അത് മാനേജ് ചെയ്യുക, നല്ല ഡെസിഷൻ എടുക്കുക, നല്ലൊരു മാർക്കറ്റ് സെർച്ച് ചെയ്യാം, എങ്ങനെ ഇൻകത്തിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, ഇന്നോവേഷൻ എങ്ങനെ കൊണ്ടുവരാം, ഗവൺമെന്റ് പറയുന്ന എല്ലാ റൂളുകളും പാലിക്കുക, പ്രൊജക്ടിനെ ഇംപ്ലിമെന്റ് ചെയ്യുക, മറ്റുള്ള ഫങ്ഷൻസ്, ഇതൊക്കെ തന്നെയാണ്.
അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള ഒരു എസ്സേ ക്വസ്റ്റ്യൻ കൂടിയാണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതുവരെ ചോദിക്കാത്തതുകൊണ്ട്. ഇനി വന്നതാണ് റോൾ ഓഫ് ഓൺട്രപ്രണർ ഇൻ എക്കണോമിക് ഡെവലപ്മെന്റ്. എക്കണോമിക് ഡെവലപ്മെന്റിൽ എന്താണ് റോള്? ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ജോബ് ക്രിയേറ്റ് ചെയ്യുന്നു, ക്യാപിറ്റൽ ഫോം ചെയ്യുന്നു, പെർ ക്യാപിറ്റൽ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നു, ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യുക, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടുക, ഗ്രോത്ത്, ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് എല്ലാം അവിടെ കൊണ്ടുവരിക എന്നുള്ള, ഇംപ്രൂവിങ് എക്കണോമിക് ഇൻഡിപെൻഡൻസ്, ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ് ലിങ്കേജ്, ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസേഷൻ നടത്തുക റിസോഴ്സിനെയൊക്കെ, അതുപോലെ ഹാൻഡിക്രാഫ്റ്റ് ആയിട്ടൊക്കെ എക്സ്പോർട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ, പിന്നെ ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെന്റ്. ഇനി വന്നൊരു എസ്സേ ക്വസ്റ്റ്യൻ ആണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഓൺട്രപ്രണോറിയൽ ഗ്രോത്ത്. ഒരു ഗ്രോത്ത് ഉണ്ടാവാൻ നമുക്ക് എന്തൊക്കെ ഫാക്ടേഴ്സ് ഉണ്ടാവണം? ഇത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ 2 മാർക്കിനും ചോദിച്ചിട്ടുണ്ട്. അതായത് സോഷ്യൽ ഫാക്ടറിൽ ഏതെങ്കിലും സോഷ്യൽ എൻവയോൺമെന്റിൽ ഒരു 3 പോയിന്റ് പറയാൻ പറഞ്ഞായിരുന്നു, 3-4 പോയിന്റ്. പിന്നെ ചോദിച്ചിരിക്കുന്നത് ഇതിന്റെ ബാരിയേഴ്സ്, എന്തുകൊണ്ട് ഇങ്ങനെ വളർച്ച ഉണ്ടാവുന്നില്ല ഓൺട്രപ്രണേഴ്സിന്, അതിനുള്ള തടസ്സങ്ങൾ ചോദിച്ചിരുന്നു. അപ്പൊ അതൊക്കെ നമുക്ക് എഴുതാൻ പറ്റണം ഓൺ വേർഡ്സിൽ. അപ്പൊ ഇതില് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഓൺട്രപ്രണോറിയൽ ഗ്രോത്ത് എന്നുള്ളതിൽ ഇത് മെയിൻ ആണ്. ഈ 5 പോയിന്റ്, ഈ 5 ഹെഡിങ് അവിടെ നന്നായിട്ട് കാണിക്കുക, അതിന്റെ സബ് ഹെഡിങ്ങുകൾ കൊടുക്കുക, ഒപ്പം തന്നെ ഒരു 3-4 വരി അതിനെക്കുറിച്ച് എഴുതുകയും കൂടി ചെയ്താൽ അവിടെ ഫുൾ മാർക്കാണ്. തിയറി പേപ്പർ ആണെങ്കിലും കൂടിയിട്ട് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ അതിൽ ഇപ്പൊ നീഡ് ഫോർ അച്ചീവ്മെന്റ് എന്താണെന്ന് ഒരു വട്ടം എവിടെയോ കണ്ടൊരു ഓർമ്മ ഉണ്ട്. നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ അല്ലെങ്കിൽ പോലും നമുക്ക് അത് ചോദിക്കാൻ ചാൻസ് ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ സോഷ്യൽ ഫാക്ടറിന്റെ പോയിന്റുകളായിരുന്നു അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതിൽ ചിലപ്പം ഏതെങ്കിലും ഒരു ഫാക്ടേഴ്സിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ നമുക്ക് സാധ്യത കൂടുതലാണ്. എന്താണ് എക്കണോമിക് ഫാക്ടേഴ്സിൽ വരണം പോയിന്റ്, സോഷ്യൽ ഫാക്ടർ ഒക്കെ ചോദിച്ച് ശ്രദ്ധിക്കാം. പേഴ്സണാലിറ്റി ഫാക്ടർ ചോദിക്കാം. അത് മാത്രമായിട്ട് പേഴ്സണാലിറ്റി ഫാക്ടർ എന്താന്നുള്ളത് വരുന്നൊരു കാര്യമാണ്. ഇവിടെ 2 മാർക്കിന് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പേഴ്സണാലിറ്റി എന്താണെന്നുള്ളതാണ് ചോദിക്കാം. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഇസ് ഓൺട്രപ്രണർഷിപ്പ്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുപാട് തവണ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. മീനിങ് ആൻഡ് ഡെഫിനേഷൻ ഓഫ് ഓൺട്രപ്രണർഷിപ്പ്. ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ ഐഡിയനെ കൊമേഴ്ഷ്യൽ ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റുക, അല്ലെങ്കിൽ ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യുക, അത് മാത്രം ഒന്ന് പഠിച്ചു വയ്ക്കുക. സംരംഭകത്വം എന്ന് പറഞ്ഞാൽ അതൊരു പ്രോസസ്സാണ്. ആ പ്രോസസ്സ് എന്താ നടക്കുന്നത്? നമ്മുടെ ഐഡിയാസിനെയൊക്കെ ചേഞ്ച് ചെയ്ത് കൊമേഴ്ഷ്യൽ ഓപ്പർച്യൂണിറ്റീസും ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ അവിടെ ഉള്ളൂ. ഇനി നിങ്ങൾ പഠിക്കേണ്ടതാണ്, ഈ ഒരു ഡിഫറൻസ് ചോദിച്ചിട്ടില്ല, ഓൺട്രപ്രണറും മാനേജറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത്. അപ്പോൾ ഒന്ന് പഠിച്ചു വെച്ചാൽ തന്നെ നിങ്ങൾക്ക് മറ്റേത് എഴുതാൻ പറ്റുന്ന കാര്യങ്ങൾ ആലോചിച്ച് തന്നെ എഴുതാൻ പറ്റുന്ന പോയിന്റുകളാണ്. അപ്പോൾ ഇതെന്തായാലും പഠിച്ചു വയ്ക്കുക. ഇനി 2 മാർക്കിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഹു ഈസ് നോൺ ആസ് ഇൻട്രാപ്രീന്യൂർ, അല്ലെങ്കിൽ ആരാണ് ഇൻട്രാപ്രീന്യൂർ എന്നറിയപ്പെടുന്നത്. ആരാണ് ഇൻട്രാപ്രീന്യൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെൽ പെയ്ഡ് ജോബിനെ റിസൈൻ ചെയ്തുകൊണ്ട് ഇവിടെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഇൻട്രാപ്രണേഴ്സ് ആസ് ദ പേഴ്സൺ ഹൂ റിസൈൻഡ് ഫ്രം their വെൽ പെയ്ഡ് എക്സിക്യൂട്ടീവ് പൊസിഷൻ ടു സ്റ്റാർട്ട് their ഓൺ ബിസിനസ് വെഞ്ചേഴ്സ്. നല്ലൊരു വെൽ പെയ്ഡ് ജോബിനൊക്കെ റിസൈൻ ചെയ്തുകൊണ്ട് അവരുടേതായ ആശയങ്ങൾ കൊണ്ടുവരാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾ തന്നെയാണ് ഇൻട്രാപ്രീന്യൂഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നിർബന്ധമായിട്ടും 2 മാർക്കിന് വരാനുള്ള ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇൻട്രാപ്രീന്യൂർ എന്ന് പറയുന്നത്. ഇതിന്റെ ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ഡിഫറൻസ് നോട്ട് ചെയ്യുക, ഓൺട്രപ്രണറും ഇൻട്രാപ്രീന്യൂറും തമ്മിലുള്ള ഡിഫറൻസ്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് കൺസെപ്റ്റ് ഓഫ് വുമൺ ഓൺട്രപ്രണർഷിപ്പ്. ഇതിൽ നിന്ന് നമുക്ക് ചോദിക്കാൻ പറ്റുന്നത് ആരെയാണ് ഒരു സ്ത്രീ സംരംഭക എന്ന് പറയുന്നത്. അപ്പോൾ അതിന് എളുപ്പം പറയാവുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഒരു എന്റർപ്രൈസ് ഓൺ ചെയ്യുക, കൺട്രോൾ ചെയ്യുക, അതെല്ലാം സ്ത്രീകളാണെങ്കിൽ അതിൽ തന്നെ ഹാവിങ് എ മിനിമം ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഓഫ് 51% ഓഫ് ദ ക്യാപിറ്റൽ ആൻഡ് ഗിവിംഗ് അറ്റ്ലീസ്റ്റ് 51% ഓഫ് ദ എംപ്ലോയ്മെന്റ് ജനറേറ്റഡ് ബൈ ദ എന്റർപ്രൈസ് ടു വുമൺ. അവർ തുടങ്ങുന്ന സംരംഭത്തിൽ 51%-ലധികം സ്ത്രീകളാവുകയും അവരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്ന 51%-ലധികം സ്ത്രീകൾ കൊണ്ടുവരികയും ചെയ്യുമ്പോൾ അതിനെയാണ് വനിതാ സംരംഭം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് 2 മാർക്കിന് ചോദിക്കാനുള്ള ചാൻസ് ഉള്ളതാണ്. റീസൺസ് ഫോർ ദ സ്ലോ ഗ്രോത്ത് ഓഫ് വുമൺ ഓൺട്രപ്രണർഷിപ്പ് ഇൻ കേരള എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ എസ്സേ ക്വസ്റ്റ്യൻ ആണ് ചലഞ്ചസ്. റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണത്. എന്താണ് ഒരു സ്ത്രീ സംരംഭം തുടങ്ങുന്ന സമയത്ത് അവർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട്? വളരെ സിമ്പിളായിട്ട് തന്നെ, അവർക്ക് ഫണ്ടില്ല സ്വന്തമായിട്ട്, അതുപോലെ മെറ്റീരിയൽസിന്റെ ഷോർട്ടേജ്, ഇനാഡക്വേറ്റ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് ഫെസിലിറ്റി, മാർക്കറ്റിലെ കീൻ കോമ്പറ്റീഷൻ, ഹൈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്,
ലോ മൊബിലിറ്റി ആണ്, ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ ഉണ്ട്, ലോ കപ്പാസിറ്റി ടു ബെയർ റിസ്ക്. എസ് എ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒരുപാട് സോഷ്യൽ ആറ്റിറ്റ്യൂഡ്, ലോ നീഡ് ഫോർ അച്ചീവ്മെന്റ്, ലാക്ക് ഓഫ് ട്രെയിനിങ്, ലാക്ക് ഓഫ് ഇൻഫർമേഷൻ. അപ്പം ഇത്രയും പോയിന്റ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വരാൻ സാധ്യതയുള്ള ഒരു എസ് എ ക്വസ്റ്റ്യൻ ആണ്. ഇനി ചോദിച്ചൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്ത്രീ സംരംഭകർക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന സ്കീമുകൾ എന്താണ് ചോദിച്ചാൽ 8 സ്കീമുകൾ ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ചിലപ്പോൾ ഇതിൻ്റെയൊക്കെ എക്സ്പാൻഷൻ ചോദിക്കാം. FLO അല്ലെങ്കിൽ ഇതൊന്നും ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല. ഇതുപോലെ DWCRA ഇതൊക്കെ പലപ്പോഴും നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു എക്സ്പാൻഷൻ പഠിക്കുക. നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. നാഷണൽ അലയൻസ് ഓഫ് യങ് ഓൺട്രപ്രണേഴ്സിനെ കുറിച്ച് ഇത് മാത്രം ചോദിച്ചിരുന്നു. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ. പിന്നെ വുമൺ ഓൺട്രപ്രണേഴ്സിന് അസിസ്റ്റൻസ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ തരത്തിൽ അസിസ്റ്റൻസ് കൊടുക്കുന്നത് അതൊക്കെ നമുക്ക് ആലോചിച്ച് എഴുതാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതായത് സിഡ്കോ, NSIC, IDBI, SIDBI, കൊമേഴ്ഷ്യൽ ബാങ്കുകൾ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ്. അടുത്ത വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് EDP എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മീനിങ് നിർബന്ധമായിട്ട് പഠിക്കുക. ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോംപ്രിഹെൻസീവ് ഡെവലപ്മെന്റ് ഓഫ് ട്രെയിനീസ് ആസ് ഓൺട്രപ്രണേഴ്സ്. അവിടെ ട്രെയിനിങ്ങിനായി വരുന്ന ആളുകളെ നല്ലൊരു സംരംഭകരായി മാറ്റുന്ന പ്രോസസ്സാണ് അവിടെ വരുന്നത്. അവർക്ക് വേണ്ട ടെക്നിക്കൽ, ഫിനാൻഷ്യൽ, മാർക്കറ്റിംഗ് ആൻഡ് മാനേജറൽ ആറ്റിറ്റ്യൂഡിൽ ചേഞ്ച് വരിക എന്നുള്ള പ്രോസസ്സാണ് അവിടെ കൊടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത് 2 മാർക്കിന് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ് EDP എന്താണെന്നുള്ളത്. എന്തിനാണ് ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ ആവശ്യമുണ്ടോ, അതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് അതിൻ്റെ ഫേസസ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണത്. ഒബ്ജക്റ്റീവ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഒബ്ജക്റ്റീവ്സ്, ഫേസസ് 3 ഫേസ് ആണുള്ളത്. അതായത് പ്രീ ട്രെയിനിങ് ഫേസും, ട്രെയിനിങ്ങിന് മുന്നേയും ആ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തും ആ ട്രെയിനിങ് കഴിഞ്ഞു കഴിഞ്ഞാലുള്ള വ്യത്യാസങ്ങളും. പിന്നെ ചോദിക്കാത്തൊരു കാര്യമാണ് EDPയുടെ കണ്ടന്റ് എന്താണ്, അതിൻ്റെ കരിക്കുലം, അതിൻ്റെ സിലബസ് എങ്ങനെയായിരിക്കണം. ഇതുവരെ ചോദിച്ചിട്ടില്ല. അപ്പോൾ 8 പോയിന്റുകൾ വരുന്നുണ്ട് നോക്കിക്കഴിഞ്ഞാൽ. അതായത് ടെക്നിക്കൽ നോളജും സ്കില്ലും, അച്ചീവ്മെന്റ് മോട്ടിവേഷൻ ട്രെയിനിങ്ങും, പ്രൊജക്ട് മാനേജ്മെന്റ് ട്രെയിനിങ്ങും, സപ്പോർട്ട് സിസ്റ്റം പ്രൊസീജിയർ, മാർക്കറ്റ് സർവേ, മാനേജീരിയൽ സ്കില്ലുകൾ, അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ വിസിറ്റുകൾ നടത്തുക, പ്രൊജക്ട് പ്രിപ്പറേഷൻ ഒക്കെയാണ് ഇതിൽ വരുന്ന ഇതിലെ കരിക്കുലം അല്ലെങ്കിൽ സിലബസ് എന്ന് പറയുന്നത്. ഈ ഒരു മേഖലയിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല എന്നുള്ളതാണ്. കാരണം EDP എന്താന്ന് ചോദിച്ചിട്ടുണ്ട്, അതിന്റെ ഫേസ് വരെ എത്തിയിട്ടുള്ളൂ. അപ്പൊ ഇവിടെ സാധ്യതകൾ കൂടുതലാണ് കേട്ടോ. കാരണം ഓൺട്രപ്രണേഴ്സിന് ട്രെയിനിങ് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ മെത്തേഡ്സ് ഓഫ് ട്രെയിനിങ് ഉണ്ട്. ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതുവരെയും ചോദിക്കാത്തതുകൊണ്ട് സാധ്യത ധാരാളം ഉണ്ട്. ചോദിക്കില്ല എന്നും പറയാൻ പറ്റില്ല, ചോദിക്കുന്നും പറയാൻ പറ്റില്ല. കാരണം എങ്ങനെയൊക്കെയാണ് ട്രെയിനിങ് കൊടുക്കുക, ലെക്ചർ മെത്തേഡ് ഇല്ല, ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് ചോദിക്കാം, അഡ്വാൻറ്റേജും ലിമിറ്റേഷനും ചോദിക്കാം, അല്ലെങ്കിൽ ഇത് മൊത്തത്തിൽ essay ആയിട്ട് ചോദിക്കാനുള്ള സാധ്യത ഉള്ളൊരു പോർഷനാണ്. അപ്പോൾ എന്താണ് ലെക്ചർ മെത്തേഡ്, അതിൻ്റെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, ഇതാണ് ഒരു മെത്തേഡ് ട്രെയിനിങ് കൊടുക്കുന്നത്. പിന്നെ പറയുകയാണ് കോൺഫറൻസ് മെത്തേഡ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് 2 മാർക്കിന് ചോദിക്കാം വാട്ട് ഇസ് കോൺഫറൻസ് മെത്തേഡ് എന്ന് ചോദ്യം വരാം. അല്ലെങ്കിൽ 5 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ ലെക്ചർ മെത്തേഡ് എന്താ, അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, അങ്ങനെ ഓരോ മെത്തേഡിനോട് സാധ്യത ഉണ്ട്. അല്ലെങ്കിൽ ഒരു essay ക്വസ്റ്റ്യൻ ആയിട്ട് ചോദ്യം വരാം. ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ മെത്തേഡ്, അതിന്റെ അഡ്വാൻറ്റേജ്, ലിമിറ്റേഷൻ, ഗ്രൂപ്പ് ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ലെക്ചർ മെത്തേഡ്, കോൺഫറൻസ് മെത്തേഡ്, അതേപോലെ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ മെത്തേഡ്, ഗ്രൂപ്പ് ഇൻസ്ട്രക്ഷൻ മെത്തേഡ്, അഡ്വാൻറ്റേജ്. പിന്നെ വരുന്നതാണ് റോൾ പ്ലേയിങ്, അതിന്റെ അഡ്വാൻറ്റേജ്, ലിമിറ്റേഷൻ, പിന്നെ മീറ്റിങ്ങുകൾ, മറ്റുള്ള മെത്തേഡ്. അങ്ങനെ ഇതും ഒരു essay ക്വസ്റ്റ്യന് ധാരാളം സ്കോപ്പ് ഉള്ളതാണ്. അപ്പം ഇതൊന്നും ചോദ്യങ്ങൾ വരാത്ത ഒരു മേഖലയാണ്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒന്നും ഒഴിവാക്കാനില്ല. നിർബന്ധമായിട്ട് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. വളരെ എളുപ്പമുള്ളൊരു ടോപ്പിക്ക് കൂടിയല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്തായാലും നോക്കുക. ഇനി നമുക്ക് രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ആരൊക്കെയാണ് ഇങ്ങനെ ഓൺട്രപ്രണേഴ്സിന് സപ്പോർട്ട് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നുള്ള അതിൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് DIC. DIC ആണ് അധികവും ചോദിച്ചു കണ്ടിരിക്കുന്നത്. ഇത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ആണ്. ജസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് ഒരു ഗുണം കിട്ടുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവരുടെ ഫംഗ്ഷനും സെയിം തന്നെയാണ്. അത് ഉണ്ടാക്കിയ വർഷവും അതിൻ്റെ ഒരു കോമ്പോണൻസും സ്ട്രക്ചറിലൊക്കെ മാത്രമാണ് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുള്ളൂ. അത് അങ്ങനെ തന്നെ ഒന്ന് പഠിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത് വളരെ ഹെൽപ്പായിരിക്കും.
അതിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് DIC എന്താണെന്ന് 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. DICയുടെ ഫംഗ്ഷനും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ DICയും ഫംഗ്ഷനും നോട്ട് ചെയ്യാം. സിഡ്കോ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ്പാൻഷൻ ചോദിക്കുക 2 മാർക്കിന്. സിഡ്കോന്റെ എക്സ്പാൻഷൻ എന്താ ചോദിക്കുക? സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ്. പിന്നെ ഒബ്ജക്റ്റീവ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. സിഡ്കോന്റെ ഫങ്ഷൻസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു വാട്ട് ഇസ് NSIC. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടവർ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇത് ചോദിച്ചതാണ് NSICയും അതിൻ്റെ ഫങ്ഷൻസും. അപ്പോൾ ഇതിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒഴിവാക്കാനൊന്നുമില്ല. സിഡ്ബിയുടെ ഫങ്ഷൻസ്. പിന്നെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു KVIC എന്താണെന്നുള്ളത്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്തായിരുന്നു KVIC. ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ ആണ് കേട്ടോ. അതപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് സ്ഥാപിച്ചത്, എപ്പോഴാണ് സ്ഥാപിച്ചത്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ചോദിച്ച ഈ KVIC ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അത് ഫുള്ളൊന്ന് പഠിച്ചോളാം. പിന്നെ ഇത് ചോദിച്ചിട്ടുണ്ട് സ്മോൾ ഇൻഡസ്ട്രീസ് സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്താണെന്നുള്ളതും അതിൻ്റെ ഫങ്ഷനും. essay ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിൽ വരാൻ ചാൻസ് ഉള്ള ഒരു പോർഷനും കൂടിയാണ് കേട്ടോ ഇത്. പിന്നെ കിറ്റ്കോ ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല. ഇപ്പോൾ ഒരു 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ കിറ്റ്കോ കണ്ടിട്ടില്ല. പക്ഷേ മുന്നത്തെ വർഷങ്ങളിൽ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു കിറ്റ്കോ എന്താണെന്നുള്ളത്, അതിൻ്റെ ഫങ്ഷൻസും. അപ്പോൾ ഇതുവരെ ചോദിക്കാത്തത് കൊണ്ട് നമുക്ക് അതിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. പിന്നെ സ്റ്റെഡ് പ്രൊജക്റ്റ് ആണ്. ഇതൊന്നും ചോദിച്ചിട്ടില്ല. സ്റ്റെഡ് പ്രൊജക്റ്റ് എന്താണ്? സ്റ്റെഡ് പ്രൊജക്റ്റിന് ചിലപ്പോൾ എക്സ്പാൻഷൻ ചോദിക്കാം. സയൻസ് ആൻഡ് ടെക്നോളജി ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് പ്രോജക്റ്റ് ആണ് സ്റ്റെഡ് പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ആക്ടിവിറ്റീസ്. പിന്നെ NEDB ചോദിച്ചതാണ്. NEDB അതിൻ്റെ ഫങ്ഷൻസ് ഒക്കെ നോട്ട് ചെയ്യാം. പിന്നെ നീസ്ബഡ് ചോദിച്ചതാണ്. അതിൻ്റെ എക്സ്പാൻഷൻ ചോദിച്ചിട്ടുണ്ട്. നീസ്ബഡിൻ്റെ എക്സ്പാൻഷൻ ചോദിച്ചിട്ടുണ്ട്. ഒബ്ജക്റ്റീവ്സ്, ഇതിൻ്റെയൊക്കെ ഒബ്ജക്റ്റീവും ഫങ്ഷനൊക്കെ നമുക്ക് ഓൾമോസ്റ്റ് ഒരുവിധം നിങ്ങളൊന്ന് ഒരു ഐഡിയയിൽ പഠിച്ചാൽ മതി. പിന്നെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ടെക്നോ പാർക്ക് എന്താണെന്നുള്ളത്. വന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ടെക്നോ പാർക്കിൻ്റെ മീനിങ് ആൻഡ് ഡെഫിനേഷൻ എന്തായാലും പഠിക്കുക. ടെക്നോ പാർക്കിൻ്റെ ഫങ്ഷൻ ചോദിച്ചിട്ടുണ്ട്, ഫങ്ഷൻസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇൻസെൻറ്റീവ്സ്. ഞാൻ പഠിപ്പിച്ചതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന പോർഷൻ ഇവിടെ തന്നെയാണ്. ഓൺടർപ്രണേഴ്സിന് ഇൻസെൻറ്റീവ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് ഓഫ് ഇൻസെൻറ്റീവ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇങ്ങനൊരു ഇൻസെൻറ്റീവ് ഇത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നീഡ് ഫോർ ഇൻസെൻറ്റീവ്, ഇൻസെൻറ്റീവിൻ്റെ ആവശ്യകത ഉണ്ടോ, എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത്. ക്ലാസിഫിക്കേഷൻ ചോദിച്ചിട്ടില്ല ഇൻസെൻറ്റീവിൻ്റെ. പകരം നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു എന്താണ് സബ്സിഡി, എന്താണ് ബൗണ്ടി. ഇതെല്ലാം 2 മാർക്കിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതുകൊണ്ട് ഇതൊന്ന് നന്നായി നോക്കുക. ഇനി സബ്സിഡി എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഗവൺമെൻറ് കൊടുക്കുന്ന ഫിനാൻഷ്യൽ സപ്പോർട്ടാണ് ന്യൂ ആൻഡ് അപ്കമിങ് ഓൺടർപ്രണേഴ്സിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. ഇതുവരെ ടൈപ്സ് ഓഫ് സബ്സിഡി ചോദിച്ചിട്ടില്ല. അപ്പോൾ അതിനുള്ളൊരു സാധ്യത ഉണ്ട്. സബ്സിഡിയിൽ ഏതൊക്കെ ടൈപ്പ് ഉണ്ട് എന്നുള്ളത്. അതിൽ 13 ടൈപ്പാണ് സബ്സിഡി. അപ്പോൾ അതിനൊരു സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് 2ാമത്തെ ചാപ്റ്ററിൽ നോക്കാനുള്ളത്. ഇനി 3ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്താണ് മൈക്രോ എന്റർപ്രൈസ്? ഇത് 2 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എന്താണെന്ന് മാത്രം നോട്ട് ചെയ്ത് വെക്കുക. 2 മാർക്കിന് ചോദിച്ചിട്ടുള്ള റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു എന്തിനാണ് ആൻസിലറി യൂണിറ്റ് എന്ന് പറയുന്നത്. അത് പഠിക്കാം. തൊട്ട് ലാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചാണ് എക്സ്പോർട്ട് ഓറിയൻറ്റഡ്. അപ്പോൾ ഞാൻ പറഞ്ഞു 3 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഫസ്റ്റ് വന്ന മൈക്രോ എന്റർപ്രൈസ് എന്താ ചോദിച്ചു. പിന്നെ ചോദിച്ചത് ആൻസിലറി. അപ്പോൾ അടുത്തടുത്ത് തന്നെ പോയിന്റാണ് ചോദിച്ചത്. ക്ലിയർ അല്ലേ? ആൻസിലറി യൂണിറ്റ് ചോദിച്ചു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ് ആണ് ചോദിച്ചത്. MSMEയുടെ ക്യാരക്ടറിസ്റ്റിക്സ് essay ക്വസ്റ്റ്യൻ ആയിരുന്നു. ക്യാരക്ടറിസ്റ്റിക്സ്, അതിൻ്റെ ഫീച്ചേഴ്സ്, അതേപോലെ തന്നെ MSMEയുടെ ക്യാരക്ടറിസ്റ്റിക്സ്, ഫീച്ചേഴ്സ്, ഒബ്ജക്റ്റീവ്സ് നോട്ട് ചെയ്തോളൂ. MSMEയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളെല്ലാം, അഡ്വാൻറ്റേജ്, അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്, അതേപോലെ തന്നെ അടുത്ത essay ക്വസ്റ്റ്യൻ ആണ് റോൾ ആൻഡ് ഇമ്പോർട്ടൻസ്. ഇതാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. റോൾ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് SME ഇൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ്. അത് 13 പോയിന്റ് വരുന്നുണ്ട്. നമുക്ക് കുറേയൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഓൾമോസ്റ്റ് റിപ്പീറ്റഡ് ആണ്. നമുക്ക് എഴുതാൻ പറ്റും. ഒരുപാട് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കൊണ്ടുവരുന്നുണ്ട്. എക്കണോമിക്കൽ യൂസ് ക്യാപിറ്റൽ നന്നായി ചെയ്യാൻ പറ്റും. ബാലൻസ്ഡ് ആയിട്ടുള്ള റീജിയണൽ ഡെവലപ്മെന്റും ഉണ്ടാവും. ഇക്വിറ്റബിൾ ആയിട്ട് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത് നടക്കും. ഹയർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടും. ലോക്കൽ റിസോഴ്സ് മൊബിലൈസ് ചെയ്യാൻ പറ്റുക. സിമ്പിൾ ടെക്നോളജി, ഫോറിൻ ക്യാപിറ്റലിന് നമുക്ക് കുറവ്
ആയിട്ട് ഡിപ്പെൻഡ് ചെയ്താൽ മതി. ഷോർട്ടർ ജസ്റ്റേഷൻ പീരീഡ്, പ്രൊമോഷൻ ഓഫ് സെൽഫ് എംപ്ലോയ്മെന്റ്, പ്രൊമോഷൻ ഓഫ് എക്സ്പോർട്സ്, പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെന്റ്, ഫെസിലിറ്റീസ് ഡെവലപ്മെന്റ് ഓഫ് ലാർജ് സ്കെയിൽ എന്റർപ്രൈസസ്. ഇനി MSME നേരിടുന്ന പ്രശ്നങ്ങൾ, ലിമിറ്റേഷൻസ്, അവർക്ക് വേണ്ടത്ര മാനേജർ എക്സ്പീരിയൻസ് കിട്ടുന്നില്ല, ഇനാഡക്വേറ്റ് ആണ് ഫിനാൻസ് ഒക്കെ, അതുപോലെ പ്രോപ്പർ മെഷീനറി ആൻഡ് എക്യുപ്മെന്റ് ഒന്നും കിട്ടുന്നില്ല, ലാക്ക് ഓഫ് ടെക്നിക്കൽ നോ ഹൗ, പിന്നെ റൺ ഓൺ ട്രഡീഷണൽ ലൈൻസിൽ, ഇറഗുലർ സപ്ലൈ ഓഫ് റോ മെറ്റീരിയൽ, പ്രോബ്ലം ഓഫ് മാർക്കറ്റിംഗ്, പേഴ്സണൽ പ്രോബ്ലം, ലാക്ക് ഓഫ് ക്ലിയർ കട്ട് പോളിസി, ബോഗസ് യൂണിറ്റ്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, 2 മാർക്കിന് ചോദിക്കാൻ വേണമെങ്കിൽ. എന്തിനാണ് ബോഗസ് യൂണിറ്റ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് സ്റ്റേറ്റഡ് ദാറ്റ് 20% of MSME in the country are bogus concerns that they exist for the purpose of getting their quotas of steel, aluminum, basic chemicals and other scarce raw materials and diverting them into black markets. ബോഗസ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്ത് ഇന്ന് പ്രവർത്തിക്കുന്ന MSMEയുടെ 20% ബോഗസ് യൂണിറ്റുകളാണ്. അവ നിലനിന്ന് പോകുന്നത് എന്തിനാ വെച്ചാൽ അവർക്ക് കുറച്ച് കോട്ട അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. സ്റ്റീൽ, അലുമിനിയം, ബേസിക് കെമിക്കൽസ്, അങ്ങനെ സ്കേഴ്സ് ആയിട്ടുള്ള റോ മെറ്റീരിയൽസ് ഒക്കെ അവർക്ക് കൊടുത്തോളാം എന്നുള്ള ഒരു കരാർ പ്രകാരം നിലനിന്ന് പോകുന്ന ഇൻഡസ്ട്രീസ് ആണ്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ അവർ നേരെ എന്ത് ചെയ്യും? കരിഞ്ചന്ത, പൂഴ്ത്തി പോലുള്ള കാര്യങ്ങളിലേക്കാണ് അവർ യൂസ് ചെയ്യുന്നത്, ബ്ലാക്ക് മാർക്കറ്റിലേക്ക്. ഗവൺമെന്റ് ഷുഡ് ലുക്ക് ഇൻ ടു ദിസ് ആസ്പെക്ട് സീരിയസ്ലി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് വളരെ സീരിയസ് ആയിട്ട് ഈ ഒരു കാര്യം എടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ബ്രേക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു സ്ട്രോങ് ഹോൾഡ് ബ്രേക്ക് ചെയ്യാൻ അവർ നോക്കുന്നുണ്ട്. ഇൻട്രസ്റ്റഡ് ആൻഡ് പ്രൊമോട്ട് ഓൺലി ജെന്യൂൻ ഓൺടർപ്രണേഴ്സിനെ മാത്രമാണ് അവർ ഇന്ത്യ ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് കപ്പാസിറ്റി വരുന്നുണ്ട്, അതർ പ്രോബ്ലംസ്. പിന്നെ MSME ആക്ട് 2006, ഇതൊക്കെ മുന്നേ ചോദിച്ചിട്ടുണ്ട് ഒരുപാട് തവണ. സാലിയൻ ഫീച്ചേഴ്സ് ഒരു 4 പോയിന്റ് മാത്രം നോട്ട് ചെയ്യാം. ഇപ്പൊ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു പോർഷൻ വന്നോണേ, വാട്ട് ഈസ് CGT MSc ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണെന്നുള്ളത്. പ്രധാനമായിട്ടും ഇതൊരു ട്രസ്റ്റ് ആണ്. ഗവൺമെന്റ് ലോണും കാര്യങ്ങളൊക്കെ ഓൺടർപ്രണേഴ്സിന് എത്തിക്കുന്നത് വേണ്ടിയിട്ട് ഉപയോഗിച്ചൊരു ട്രസ്റ്റ് ആണ് CGT MSc എന്ന് പറയുന്നത്. മിനിസ്ട്രി ഓഫ് MSMEയും അതുപോലെ തന്നെ സ്മോൾ ഇൻഡസ്ട്രീസ്, സിഡ്ബിയും കൂടിയിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. 2000-ലാണ് ഇത് വന്നത്. ഇതിന്റെ സ്കീം ക്രെഡിറ്റ് ഗ്യാരണ്ടി കൊടുക്കുക ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് വൻതോതിൽ ലോണൊക്കെ കൊടുക്കും ആളുകൾക്ക്, പക്ഷെ അത് അവർ തിരിച്ചടച്ചോളുന്നില്ല. അങ്ങനെ വരുമ്പോൾ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ, തിരിച്ചടവ് കിട്ടാതെ വരുമ്പോൾ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് സ്ഥാപനത്തിന്. അപ്പോൾ അങ്ങനെ കിട്ടാക്കടങ്ങളെ ഉള്ള സ്ഥാപനങ്ങളെ കണ്ടെത്തിയിട്ട് അവർക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതിനാണ് CGT MSc ഉദ്ദേശിക്കുന്നത്. CGT MSc എന്താന്ന് മാത്രമാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളൂ ഇതുവരയ്ക്ക്. ഗ്യാരണ്ടി സ്കീം, മീനിങ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, നോട്ട് ചെയ്തോളൂ. മീനിങ് ആൻഡ് ഡെഫിനേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്താണെന്നുള്ളതും അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, അതിൻ്റെ ടൈപ്സ്, ഇത് മൂന്നും ഇത് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്താണ്, അതിൻ്റെ ടൈപ്സ്. ഗ്രീൻ ചാനൽ സിസ്റ്റം ഇതുവരെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിന്റെ ബെനിഫിറ്റ് കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം, കാരണം ഈ ഒരു മേഖലയിൽ നിന്ന് വരാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ഗ്രീൻ ചാനൽ സിസ്റ്റം ഒന്നും ചോദിച്ചിട്ടില്ല ഇതുവരയ്ക്ക്. പിന്നെ വളരെയധികം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് എന്താണ് ബ്രിഡ്ജ് ഫിനാൻസ് അല്ലെങ്കിൽ ബ്രിഡ്ജ് ക്യാപിറ്റൽ, അതിന്റെ ബെനിഫിറ്റ് എന്താ, നോട്ട് ചെയ്തോളൂ. ഇതെല്ലാം സീഡ് ക്യാപിറ്റൽ അസറ്റ്, ഇതെല്ലാം റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. എന്താണ് സീഡ് ക്യാപിറ്റൽ? അതേപോലെ തന്നെ ഈ 2 മാർക്ക്. ഇനി മാർജിൻ മണി സ്കീം എന്താന്ന് വേണമെങ്കിൽ ചോദ്യം വരാട്ടോ, ഇതുവരെ ചോദിക്കാത്തൊരു കാര്യമാണ്. പിന്നെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു വാട്ട് ഇസ് സിംഗിൾ വിൻഡോ സിസ്റ്റം. സിംഗിൾ വിൻഡോ സിസ്റ്റം ഒന്ന് നോട്ട് ചെയ്തോളാം. നെക്സ്റ്റ് 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഇസ് സിക്ക് യൂണിറ്റ്. എന്തിനാണ് സിക്ക് യൂണിറ്റ് എന്ന് ചോദിച്ചു, ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അതായത് പ്രവർത്തനം നിലയ്ക്കാറായത്. ഇവിടെ അത് പറയുന്നുണ്ട്, കമ്പനീസ് ആക്ട് 85 പ്രകാരം ഡിഫൈൻ ചെയ്യുന്നുണ്ട്. സിക്ക് കമ്പനി എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ കമ്പനി തന്നെയാണ്. ബീങ് എ കമ്പനി രജിസ്റ്റേർഡ് ഫോർ ലെസ് ദാൻ 7 ഇയേഴ്സ്, അതായത് രജിസ്റ്റർ ചെയ്തിട്ട് 7 വർഷത്തിൽ കുറവ് തുടങ്ങിയിട്ടേ ഉള്ളൂ, വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. വിച്ച് ഹാസ് അറ്റ് ദ എൻഡ് ഓഫ് ദ എനി ഫിനാൻഷ്യൽ ഇയർ അക്യൂമുലേറ്റ് ലോസസ് ഈക്വൽ ടു എക്സീഡിങ് ഇറ്റ്സ് എൻറ്റയർ നെറ്റ് വർത്ത്. മൊത്തം എത്ര നെറ്റ് വർത്ത് ഉണ്ടോ അതിന് ഈക്വൽ ആയിട്ടോ അതിനേക്കാൾ കൂടുതലായിട്ടോ അവർക്ക് ഫിനാൻഷ്യൽ ബേർഡൻ ഓരോ വർഷവും എന്ത് ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കാം. ആൻഡ് ക്യാഷ് ലോസസ് ഉണ്ടായിരിക്കുക ഫിനാൻഷ്യൽ ഇയറിൽ. തൊട്ട് വരുന്ന വർഷങ്ങളിലൊക്കെ തുടർച്ചയായിട്ട് ലോസസ് സംഭവിച്ചിരിക്കുക. ഇതൊക്കെയാണ് സിക്ക് യൂണിറ്റ്. പിന്നെ വന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു കോസസ് ഓഫ് ഇൻഡസ്ട്രിയൽ സിക്നസ്.
എന്തുകൊണ്ടാണ് ഇൻഡസ്ട്രിയൽ സിക്നസ് ഉണ്ടാവാനുള്ള കാരണം? അതിന് 2 കോഴ്സാണ് ഉള്ളത്, ഇന്റേണൽ കോഴ്സും എക്സ്റ്റേണൽ കോഴ്സും. അത് നന്നായി പഠിച്ചോളാം. ഇനി അങ്ങനെ സിക്ക് ഇൻഡസ്ട്രീസ് ഉണ്ടെങ്കിൽ അവരെ റിവൈവ് ചെയ്യാൻ അല്ലെങ്കിൽ റെമഡിയൽ മെഷേഴ്സ്. അപ്പൊ ഈ 3 ക്വസ്റ്റ്യനും സിക്ക് യൂണിറ്റുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കാര്യമാണ്. അപ്പൊ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നോട്ട് ചെയ്യാം. പിന്നെ ഇതുവരെ ചോദിക്കാത്തതാണ് UAM. അപ്പൊ അതിനുള്ള സാധ്യത കൂടുതലാണ്. ഉദ്യോഗ് ആധാർ മെമ്മോറാണ്ടം എന്താണ്? MSME സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും ഇതൊരു രജിസ്ട്രേഷൻ പ്രോസസ്സാണ് കേട്ടോ. അപ്പൊ അതില് എന്തൊക്കെ കാര്യങ്ങളാണ് ഫില്ല് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ഒരു 20 പോയിന്റ് വരുന്നത് ഇതുവരെ ചോദിച്ചിട്ടില്ല. അപ്പൊ SAക്ക് വേണമെങ്കിൽ വാട്ട് ഈസ് UAM ചോദിക്കാം. അതിന്റെ ഗൈഡ് ലൈൻസ് ഫില്ല് ചെയ്യാണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ്? ഒന്ന്, ആധാർ നമ്പർ വേണം. ആരുടെ പേരാണെങ്കിൽ ആരെ ആപ്ലിക്കൻ്റ് വെച്ച് അവരുടെ പേര് കൊടുക്കുക, അവരുടെ കാറ്റഗറി, അവരുടെ ജെൻഡർ. നമ്മൾ സാധാരണ ഒരു ഫോം ഫില്ല് ചെയ്യുമ്പം എന്തൊക്കെ കാര്യങ്ങൾ വേണോ അതൊക്കെ ഇവിടെയും വേണം. അപ്പോൾ അത് നമ്മൾ ഓർത്ത് വെക്കാൻ വളരെ എളുപ്പം, ആ ലെവലിൽ പഠിച്ചു വെക്കുക. ആധാർ നമ്പർ, നമ്മുടെ ആപ്ലിക്കൻ്റ് നെയിം, സോഷ്യൽ കാറ്റഗറി, ജെൻഡർ, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ്, നെയിം ഓഫ് എന്റർപ്രൈസ്, ഏത് ടൈപ്പ് ഓർഗനൈസേഷൻ ആണ്, പാൻ ഉണ്ടെങ്കിൽ അത്, ലൊക്കേഷൻ ഓഫ് ദ പ്ലാന്റ്, ഓഫീസ് അഡ്രസ്സ്, മൊബൈൽ നമ്പർ, മെയിൽ ID, ഡേറ്റ് ഓഫ് കമൻസ്മെന്റ്, ബാങ്ക് അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, മെയിൻ ബിസിനസ് ആക്ടിവിറ്റി എന്താണ്, NIC 2-digit കോഡ്, അഡീഷണൽ ഡീറ്റെയിൽസ്, നമ്പർ ഓഫ് എംപ്ലോയീസ്, ഇൻവെസ്റ്റ്മെന്റ് ഇൻ പ്ലാന്റ് എക്യുപ്മെന്റ്. ഇത്രയും കാര്യങ്ങളാണ് ഈ UAM. അപ്പൊ ഇതുവരെ ചോദിക്കാത്തൊരു ക്വസ്റ്റ്യൻ ആണ് UAM എന്താണെന്നുള്ളതും അതിന്റെ ഫില്ല് ചെയ്യുമ്പോൾ വരുന്ന ഡീറ്റെയിൽസ് എന്താണ്. അപ്പൊ ഇത്രയാണ് നമുക്ക് 3ാമത്തെ ചാപ്റ്ററിൽ നോക്കാനുള്ള കാര്യം. 4ാമത്തേലേക്ക് വരുമ്പോൾ ഒരു ഇൻഡസ്ട്രിയൽ യൂണിറ്റ് എങ്ങനെ സെറ്റപ്പ് ചെയ്യാന്നുള്ളതാണ് ഇവിടെ വരുന്നൊരു കാര്യം. അപ്പൊ ഇവിടെ ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഇസ് ഓൺട്രപ്രനോറിയൽ എൻവയോൺമെന്റ്? ഇതുവരെ ചോദിക്കാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഓൺട്രപ്രനോറിയൽ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത്? ഇനി ആ ഒരു ഓൺട്രപ്രനോറിയൽ എൻവയോൺമെന്റിൽ വരുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഇതുവരെ ചോദിച്ചിട്ടില്ല കേട്ടോ. എക്കണോമിക് ആയിട്ടും സോഷ്യലായിട്ടും ടെക്നോളജിക്കൽ ലീഗലായിട്ടുള്ള കൾച്ചറൽ എൻവയോൺമെന്റ് ഒക്കെയാണ് അതിൽ വരുന്നത്. പിന്നെ അതിന്റെ ആ സിസ്റ്റം എന്താണെന്നുള്ളത്. ഇനി ഇവിടെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് പ്രൊജക്റ്റ് ഐഡിയ. നമുക്കൊരു ബിസിനസ് തുടങ്ങണമെങ്കിൽ ആ ഐഡിയ എവിടെ നോക്കിയാൽ കിട്ടണം? ഇതുവരെ ചോദിച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അത് നല്ലൊരു സാധ്യത. എവിടെ നോക്കിയാൽ കിട്ടുക? ഒന്ന് നമുക്ക് സ്വന്തം ആവശ്യത്തിന് തന്നെ നമുക്ക് തോന്നുകയാണെങ്കിൽ സംഭവം നമ്മുടെ അടുത്തില്ലല്ലോ, അപ്പൊ നമുക്ക് ഇതൊരു ബിസിനസ് ആക്കി കളയാം എന്ന് വിചാരിച്ച് സ്വന്തം നീഡ്സ് തന്നെ ഉണ്ടാവുന്നത്. പിന്നെ മാർക്കറ്റ് ക്യാരക്ടറിസ്റ്റിക്സും നമുക്ക് അറിയാൻ പറ്റാം. അല്ലെങ്കിൽ നമ്മുടെ ഒപ്പമുള്ള ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒക്കെ ചെയ്ത് വിജയിച്ച കാര്യങ്ങൾ. അല്ലെങ്കിൽ ഇത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ കേട്ടോ. വാട്ട് ഈസ് പ്രൊജക്ട് പ്രൊഫൈൽ? ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്താണ് പ്രൊജക്ട് പ്രൊഫൈൽ എന്ന്. അതായത് പല ഗവൺമെന്റും പ്രൈവറ്റ് ഏജൻസീസും എന്ത് ചെയ്യോ പബ്ലിഷ് പീരിയോഡിക് പ്രൊഫൈൽസ് ഓഫ് ദ വേരിയസ് പ്രോജക്ട്സ് ആൻഡ് ഇൻഡസ്ട്രീസ്. പല ഇൻഡസ്ട്രിയുടെയും പല പ്രൊജക്റ്റുകളുടെയൊക്കെ ഒരുപാട് ഇൻഫർമേഷൻസ് ഗവൺമെന്റ് ഏജൻസിയും പ്രൈവറ്റ് ഏജൻസിയും ഒക്കെ പബ്ലിഷ് ചെയ്യാറുണ്ട്. ഈ പ്രൊഫൈലിൽ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ ടെക്നിക്കലും ഫിനാൻഷ്യൽ മാർക്കറ്റ് റിക്വയർമെന്റ്സും ഒക്കെ അറിയാൻ പറ്റും. അപ്പൊ ഇത് നമ്മൾ കൃത്യമായിട്ട് നിരീക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിലും ഒരു ബിസിനസ് തുടങ്ങാനുള്ള സാധ്യത അവിടെ തെളിഞ്ഞു വരും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ പ്രൊജക്ട് പ്രൊഫൈൽ എന്താണെന്ന് 2 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ നമ്മൾ കുറെ എക്സിബിഷനും ട്രേഡ് ഫെയർ ഒക്കെ കാണാൻ പോവാണെന്ന് വെച്ചാൽ അതിനൊരു ഐഡിയ കിട്ടും. പിന്നെ ട്രേഡ് ആൻഡ് പ്രൊഫഷണൽ ജേണലിന് കൺസ്യൂമറിനെ നമ്മളിപ്പോൾ നിരന്തരം കോൺടാക്ട് ചെയ്യുന്ന കൺസ്യൂമർ ഉണ്ടെങ്കിൽ അവർ കുറച്ച് ആവശ്യങ്ങൾ നമ്മളോട് ചിലപ്പോൾ ഇങ്ങോട്ട് പറയും, ഇത് കുറച്ചുകൂടി ഇങ്ങനെ ആക്കാമായിരുന്നു, അല്ലെങ്കിൽ ഇതിന്റെ ഒപ്പം ഇങ്ങനെയും കൂടി കിട്ടാമായിരുന്നു. അങ്ങനെയൊക്കെ പറയുമ്പോൾ അതിനൊക്കെ ഒരു സാധ്യത അവിടെ ഉണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള നേഷൻസിൽ ഉണ്ടാക്കിയെടുത്ത സംഭവം നമ്മുടെ രാജ്യത്തൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അതിനിങ്ങോട്ട് കൊണ്ടുവരാം. പിന്നെ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ്, റിസർച്ച് ഓർഗനൈസേഷൻ, പിന്നെ ചില സ്മോൾ സ്കെയിൽ യൂണിറ്റ്സിനൊക്കെ റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചില ഐറ്റംസ്, അതൊക്കെ ബിസിനസ്സായി തുടങ്ങാം. പിന്നെ ഗവൺമെന്റ് പോളിസി സ്റ്റഡി ചെയ്യുക. വേസ്റ്റ് മെറ്റീരിയലിനെയൊക്കെ നന്നായിട്ട് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, അതൊരു ബിസിനസ് ഐഡിയ ആണ്. ബ്രെയിൻ സ്റ്റോമിംഗ് ഫംഗ്ഷൻ 2 മാർക്കിന് ഇത് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയാം. ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയേറ്റീവ് ഗ്രൂപ്പ് പ്രോബ്ലം സോൾവിങ് ടെക്നിക്കാണ് കേട്ടോ. അതായത് ഒരു ഗ്രൂപ്പായി ഇരുന്നു കൊണ്ട് നമുക്കുള്ള പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാനുള്ളത്. ഇവിടെ എന്താ ഉണ്ടായിച്ചാൽ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുമ്പോൾ അവിടെ കുറച്ച് നമ്പർ ഓഫ് മെമ്പേഴ്സ് ആ ഗ്രൂപ്പിൽ ഉണ്ടാവുന്നു. ഒരുപാട് ഫ്രഷ് ഐഡിയാസ് നമുക്ക് അവിടെ നിന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നു. ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് സിറ്റ് ടുഗെദർ, ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് ഇരുന്നു കൊണ്ട് ജനറേറ്റ് ആസ് മെനി പ്രോജക്ട് ബിസിനസ് ഐഡിയാസ് ആസ് അവർക്ക് സാധ്യമാവുന്ന അത്രയും ബിസിനസ് ഐഡിയാസ് അവിടെ പറയാം. ഒരു ഐഡിയ വരുമ്പോഴായിരിക്കും അത് വേറൊന്നിലേക്ക് കണക്ട് ചെയ്ത് വേറൊരു ആശയത്തിലേക്ക് പോകുന്നുണ്ടാവാം.
അപ്പൊ ഇത് 1950-ലാണ് ഈ ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് തന്നെ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് 2 മാർക്കിനൊക്കെ ചോദ്യം വരാൻ ചാൻസ് ഉള്ള. പിന്നെ ഹോബീസ്, ചില ഹോബീസിനെ വരുമാന മാർഗ്ഗമാക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലെ. അപ്പോ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ, 4ാമത്തെ ചാപ്റ്ററിൽ എവിടെ നോക്കിയാണ് പ്രൊജക്ട് ഐഡിയ കിട്ടാനുള്ള സാധ്യത എന്നുള്ളൊരു ക്വസ്റ്റ്യൻ 15 പോയിന്റ് ഉള്ളതുകൊണ്ട് എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ ധാരാളം ചാൻസ് ഉള്ളതാണ് കേട്ടോ. ഇനി ഒരുപാട് ഐഡിയ കിട്ടി, പക്ഷെ നമുക്കത് എങ്ങനെ സ്ക്രീൻ ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ ഇതൊന്നും ചോദിച്ചിട്ടില്ല ഇതുവരയ്ക്ക്. ഒരു പ്രൊജക്ട് എങ്ങനെ സെലക്ട് ചെയ്യാം, അപ്പൊ സ്ക്രീനിങ്, പ്രൊജക്ട് സെലക്ഷൻ അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ മാർക്കറ്റ് ആൻഡ് ഡിമാൻഡ് അനാലിസിസ് എന്താണെന്നൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇതൊന്നും ചോദ്യം ഇതുവരെ ഈ ഒരു ഭാഗത്തുനിന്ന് വന്നിട്ടേ ഇല്ല. ആകെ 4ാമത്തെ ചാപ്റ്ററിൽ ചോദിച്ചിരിക്കുന്നത് ഇപ്പൊ ഈ കണ്ടയിൽ ഇത്രയും നേരം നമ്മൾ നോക്കിയത് ഒന്നും ചോദിച്ചിട്ടില്ല. ആകെ പ്രൊജക്ട് പ്രൊഫൈൽ മാത്രമാണ് ഇതുവരെ വന്നിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇനി 4ാമത്തെ ചാപ്റ്ററിനൊക്കെ സാധ്യത കൂടുതലാണ്. എങ്ങനെയാ മാർക്കറ്റ് ആൻഡ് ഡിമാൻഡ് അനാലിസിസ് ചെയ്യേണ്ട സ്റ്റെപ്സ് ഏതാന്നുള്ളതൊക്കെ നോട്ട് ചെയ്യാം. പിന്നെ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യാനുള്ള മെത്തേഡ് ഏതാണെന്ന് ചോദിക്കാം. ഏതൊക്കെയാ ക്വാളിറ്റേറ്റീവ് മെത്തേഡ് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഡെൽഫി മെത്തേഡ് എന്താണെന്ന് 2 മാർക്കിന് ചോദ്യം വരാം. ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രെൻഡ് പ്രൊജക്ഷനും മൂവിങ് ആവറേജ് എക്സ്പോണൻഷ്യലും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്, കാഷ്വൽ മെത്തേഡ്സ് ഒക്കെ. അപ്പൊ ഇതൊക്കെ ഇവിടെ 5 മാർക്കിനും ചോദിക്കാം, എസ്എ ആയിട്ടും ചോദിക്കാം 2 മാർക്കിനും. അപ്പൊ ഇത് ഈ ഒരു ഏരിയയിലേക്ക് 4ാമത്തെ ചാപ്റ്റർ തൊട്ടിട്ടില്ല, വന്നിട്ടേ ഇല്ല. ഈ ഒരു ഫസ്റ്റ് പോയിന്റ് ഒന്നും വന്നിട്ടില്ല. പിന്നെ ഇവിടെ നിന്നാണ് ശരിക്കും ചോദ്യം വന്നിരിക്കണം. ഫീസിബിലിറ്റി സ്റ്റഡി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് 3 ക്വസ്റ്റ്യൻ പേപ്പറിലും. എന്താണ് ഫീസിബിലിറ്റി സ്റ്റഡി എന്നുള്ളത്, ഇമ്പോർട്ടൻസ്. അപ്പൊ ഇത് വന്നതുകൊണ്ട് സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. ഇത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, ഫീസിബിലിറ്റി സ്റ്റഡിയുടെ ഡിഫറെന്റ് ടൈപ്സ്. അതിൽ തന്നെ വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു എന്താണ് എക്കണോമിക് ഫീസിബിലിറ്റി എന്ന് 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നന്നായിട്ടൊന്ന് നോക്കുക ഈ ഒരു പോയിന്റ്, ടെക്നിക്കൽ ഫീസിബിലിറ്റി എന്താണ്, ഈ ഫീസിബിലിറ്റി അനാലിസിസ്. ഇതാ 2 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് പ്ലാന്റ് കപ്പാസിറ്റി, ഇതിനെ പറഞ്ഞ പേരാണ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്ന് വേറെ പേരിലും പറയുന്നു ഞാൻ പറഞ്ഞു. പ്ലാന്റ് ലൊക്കേഷൻ എന്താണെന്ന് ചോദിക്കാം. പ്രൊഡക്റ്റ് മിക്സ് ഇതുവരെ വന്നിട്ടില്ല, പ്രൊഡക്റ്റ് മിക്സ് എന്താണെന്നൊരു ചോദ്യം വരാം. ഫാക്ടറി ഡിസൈൻ, പ്ലാന്റ് ലേ ഔട്ട്, കണ്ടോ, ഇതൊക്കെ ഇനി എക്സ്പെക്ട് ചെയ്യാവുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ചോദിച്ചാൽ ഫിനാൻഷ്യൽ അനാലിസിസ് എന്താണ്, ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അനാലിസിസ് ഇതുവരെ ചോദിച്ചിട്ടില്ല. എക്കണോമിക് അനാലിസിസ് മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഫിനാൻഷ്യൽ അനാലിസിസിന് ചാൻസ് കൂടുതലാണ്. അതിന്റെ സ്കോപ്പ്, കോസ്റ്റ്, പ്രൈസിങ്, ഫിനാൻസിങ്, ഇൻകം, ക്യാപിറ്റൽ ബഡ്ജറ്റിങ്. ടെക്നിക്സ് ചോദിച്ചിട്ടില്ല, സാധ്യത കൂടുതലുണ്ട്. അതായത് ഇതുവരെ ചോദിച്ചൊരു പാറ്റേണിന്ന് മാറിയിട്ടാണ് ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നതെങ്കിൽ ഇതൊക്കെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. ഓക്കെ, ടെക്നിക്കൽ ഫിനാൻഷ്യൽ അനാലിസിസ്, ഫണ്ട് ഫ്ലോ, ക്യാഷ് ഫ്ലോ റേഷ്യോ. പിന്നെ ഇവിടുന്നാണ് ചോദിച്ചത് ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്താ, ബ്രേക്ക് ഈവൻ പോയിന്റ് എന്താണ്. ഇനി സെൻസിറ്റിവിറ്റി അനാലിസിസ് എന്താന്നൊക്കെ വേണമെങ്കിൽ 2 മാർക്കിന് ചോദിക്കാം. പിന്നെ ഈ 4ാമത്തെ ചാപ്റ്ററിന്, അതായത് ഫീസിബിലിറ്റിയായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വന്നു. പിന്നെ സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ഒരുപാട് തവണ ഇതിന്റെ എക്സ്പാൻഷൻ ചോദിച്ചിട്ടുണ്ട്, എന്താന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് നന്നായിട്ട് നോക്കുക. ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്നുള്ളത്. SSCBA എന്താന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ കേട്ടോ ഇതുവരേക്ക്. ബാക്കി അതിന്റെ ഒരു ഏരിയയിലേക്ക് കടന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അതിനൊക്കെ ഒരു ചാൻസ് കൂടുതലാണ്. പിന്നെ EIA എന്താന്ന് ഇതുവരെ ചോദിച്ചിട്ടില്ല. എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് എന്താന്നുള്ളത് അത് മാത്രം നോക്കുക. ചിലപ്പം കാറ്റഗറി A, കാറ്റഗറി B എന്താന്നൊക്കെ മാത്രമേ ഒരു ക്വസ്റ്റ്യൻ വരാം. പിന്നെ എൻവയോൺമെന്റ് ക്ലിയറൻസിന്റെ ഇമ്പോർട്ട് ക്യാപിറ്റൽ ഗുഡ്സ്. പിന്നെ വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഫോറിൻ കൊളാബറേഷൻ. ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് എന്താണ് ഫോറിൻ കൊളാബറേഷൻ. അതിന്റെ 3 ടൈപ്സ് ചോദിച്ചിട്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ, നിങ്ങൾ കേട്ടവരുണ്ടെങ്കിൽ മനസ്സിലാവും. അവിടെ പ്രധാനമായിട്ട് ഒരു മ്യൂച്വൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഡിഫറെന്റ് കൺട്രീസിലുള്ള ഡിഫറെന്റ് കമ്പനീസുമായിട്ട് എഗ്രിമെന്റ് ഫോം ചെയ്യുക, കോൺട്രാക്ട് ഫോം ചെയ്യുക. അതാണ് ഫോറിൻ കൊളാബറേഷൻ. എങ്ങനെയൊക്കെ കോൺട്രാക്ട് ഫോം ചെയ്യാം, ടെക്നിക്കൽ കൊളാബറേഷൻ ആവാം, മാർക്കറ്റിംഗ് ആവാം, ഫിനാൻഷ്യൽ കൊളാബറേഷൻ ആവാം, കൺസൾട്ടൻസി കൊളാബറേഷൻ ആവാം കേട്ടോ. ഇനി EPCG സ്കീം, CGMTSE എന്താണെന്ന് ചോദിച്ച പോലെ ഇത് ചോദിച്ചിട്ടില്ല. EPCG സ്കീം എന്താണ്, എക്സ്പോർട്ട് പ്രൊമോഷൻ ക്യാപിറ്റൽ ഗുഡ്സ് സ്കീം. അതൊന്ന് വന്നൊരു ക്വസ്റ്റ്യൻ എന്ന് പറയാനില്ല. ക്യാപിറ്റൽ ഗുഡ്സ് എന്താ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇന്റൻസീവ് പ്രൊജക്ട് എന്താണെന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പൊ ഫോറിൻ കൊളാബറേഷൻ EPCG സ്കീം മാത്രം നോക്കി വെക്കുക. ഇവിടെ കുറേ പോയിന്റ് ഉണ്ട് കേട്ടോ. ഇതൊന്നും ഇപ്പൊ പഠിക്കണ്ട, കാരണം അത് പഠിച്ചിട്ട് നമുക്ക് എത്തില്ല. അപ്പൊ അതുകൊണ്ട് അവിടെ തൽക്കാലം അത് സ്റ്റോപ്പ് ചെയ്യാം. ബാക്കി നമുക്ക് ഇഷ്ടംപോലെ എഴുതാണ്ടല്ലോ.
ഇനി വേണമെങ്കിൽ ഇതൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, വാട്ട് ഈസ് FIPB, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ ബോർഡ് കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം, ഇവിടെ ഒന്നും പഠിക്കണ്ട. പിന്നെ വന്ന essay ക്വസ്റ്റ്യൻ ആയിരുന്നു സെറ്റിംഗ് അപ്പ് ഓഫ് MSME. എങ്ങനെ MSME സെറ്റപ്പ് ചെയ്യാം, essay ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പ്രൊഡക്റ്റ് ഏതാണെന്ന് സെലക്ട് ചെയ്യാം, അതേപോലെ തന്നെ ഏത് ടൈപ്പ് ഓണർഷിപ്പ് വേണം എന്നുള്ളത്, ലൊക്കേഷൻ എവിടെയാണെന്നുള്ളത്, നമുക്ക് ഏത് ക്യാപിറ്റൽ സ്ട്രക്ചർ വേണം, മാനുഫാക്ചറിങ് നോ ഹൗ ടെക്നോളജി അക്വയർ ചെയ്യേണ്ടത്, നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടത്, സ്റ്റാറ്റ്യൂട്ടറി ലൈസൻസുകൾ, രജിസ്ട്രേഷൻ വിത്ത് സിഡ്കോ, ആപ്ലിക്കേഷൻ ഫോർ അലോട്ട്മെന്റും കാര്യങ്ങളും, ആപ്ലിക്കേഷൻ ഫോർ ഗ്രാൻഡ് ഓഫ് കണക്ഷൻ ടു വാട്ടർ ആൻഡ് പവർ കൺസ്ട്രക്ഷൻ, കൺസെന്റ് ടു എസ്റ്റാബ്ലിഷ് CTE, കൺസെന്റ് ടു ഓപ്പറേറ്റ് ഫ്രം സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, NOC ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫയർ ആൻഡ് എമർജൻസി സർവീസുകൾ, ഫാക്ടറി ലൈസൻസ്, ഇൻസ്പെക്ടറേറ്റ് ഫാക്ടറീസ്, രജിസ്ട്രേഷൻ EPF ഒക്കെ, ഇമ്പോർട്ട് എക്സ്പോർട്ട് കൂടെ ഫയൽ ചെയ്യാം, പ്രോജക്റ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക, രജിസ്ട്രേഷൻ MSME, അപ്ലൈ ഫോർ പവർ കണക്ഷൻ, അറേഞ്ച്മെന്റ് ഓഫ് ഫിനാൻസ്. ഇത് വന്ന essay ക്വസ്റ്റ്യൻ കഴിഞ്ഞ വർഷം കേട്ടോ. രജിസ്ട്രേഷൻ വിത്ത് GST ആക്ട്. 21 പോയിന്റ് വരുന്നുണ്ട്. പ്ലാന്റ് കപ്പാസിറ്റി ചോദിച്ച സ്ഥിതിക്ക് ഇനി വരാനൊരു സാധ്യത ഉള്ളതാണ് വാട്ട് ഈസ് ലൊക്കേഷൻ ഡെസിഷൻ. അത് നമ്മളോട് ഇതുവരെ ചോദിച്ചിട്ടില്ല. ഈ ഒരു കാര്യം എന്തോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ലൊക്കേഷൻ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന്. അപ്പൊ ലൊക്കേഷൻ ഡെസിഷനും എന്തൊക്കെ സ്റ്റെപ്സ് ആണെന്നുള്ളത്, ഫസ്റ്റ് റീജിയൻ, പിന്നെ ലൊക്കാലിറ്റി, പിന്നെ എക്സാക്ട് സൈറ്റ്, പിന്നെ ആ സൈറ്റ് സെലക്ട് ചെയ്യാം. ലൊക്കേഷൻ ഡെസിഷൻ ഇതാണ് വന്നൊരു ക്വസ്റ്റ്യൻ, essay ക്വസ്റ്റ്യൻ. ലൊക്കേഷൻ ഡെസിഷൻ എടുക്കുമ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണം എന്നുള്ളത്. മെറ്റീരിയൽസ് കിട്ടാൻ എളുപ്പമുള്ള സ്ഥലമാവുക, മാർക്കറ്റിനോട് അടുത്തുള്ള സ്ഥലമായിരിക്കുക, ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ഉള്ള സ്ഥലമായിരിക്കുക, ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം, എഫ്ലുവൻ്റ് ആയിട്ട് ഡിസ്പോസ് ചെയ്യാൻ പറ്റും, നല്ല ലേബേഴ്സിന് അവൈലബിൾ ആയിരിക്കുക, ഗവൺമെന്റ് പോളിസിക്ക് അനുകൂലമായിട്ടുള്ള ഒരു സ്ഥലമായിരിക്കണം, ക്ലൈമറ്റ് കണ്ടീഷൻ നമുക്ക് അനുകൂലമായിരിക്കണം, എൻവയോൺമെന്റൽ കൺസിഡറേഷൻസ് ഒക്കെ നമ്മൾ കാര്യങ്ങൾ നോക്കുക, അതർ ഫാക്ടേഴ്സ്. ഈ 2 മാർക്കിന് ചോദ്യം വരാം കേട്ടോ. എന്താണ് ഐഡിയൽ ലൊക്കേഷൻ? നമ്മൾ പറയില്ലേ സർവ്വ ഗുണങ്ങളും ഒത്തുചേർന്നൊരു സ്ഥലം, ഐഡിയൽ മാതൃകാ ലൊക്കേഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒത്തുചേർന്ന ഒരു സ്ഥലം തന്നെയാണ് ഒരു ഐഡിയൽ ലൊക്കേഷൻ ആണെങ്കിൽ. എന്താണ് ഈ പറഞ്ഞ റോ മെറ്റീരിയൽസ് ഒക്കെ എളുപ്പം കിട്ടണം, മാർക്കറ്റ് ചെയ്യാൻ പറ്റണം, മിനിമം കോസ്റ്റിൽ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടായിരിക്കണം, മാർക്കറ്റിന് അടുത്തായിരിക്കണം, അഡക്വേറ്റ് സ്പേസ് ഉണ്ടായിരിക്കണം, സഫീഷ്യൻ ഫ്യൂച്ചറിൽ ഭാവിയിൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്യണമെങ്കിലും സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം, ഇന്റഗ്രേഷൻ എല്ലാ കാര്യങ്ങളെയും സോഷ്യൽ കൾച്ചറൽ എക്കണോമിക് ഒരു റീജിയണിന്റെ ഒരു പ്രദേശത്തെ ഈ കാര്യങ്ങളെല്ലാം ഒത്തുചേർന്ന് കൊണ്ടുപോകാൻ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമായിരിക്കണം. ഐഡിയൽ ലൊക്കേഷൻ ഇതുവരെ വരാത്തൊരു ക്വസ്റ്റ്യൻ ആണ്, അതിന് സാധ്യത ഉണ്ട് കേട്ടോ. ഈ പ്ലാന്റ് ലൊക്കേഷൻ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കോസ്റ്റ് വരിക, ഒന്ന് ട്രാൻസ്പോർട്ടേഷൻ ആണ്, ഒന്ന് ലേബർ കോസ്റ്റ് ഒക്കെയാണ്. അപ്പൊ ഇതാണ് 4ാമത്തെ ചാപ്റ്ററിൽ വരുന്നത്. നമ്മുടെ 5ാമത്തെ ചാപ്റ്റർ പിന്നെ ഒന്നും ഒഴിവാക്കാനില്ല, എല്ലാ പ്രാവശ്യവും വളരെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. എന്താണ് പ്രോജക്റ്റ് റിപ്പോർട്ട്? നിർബന്ധമായിട്ട് പഠിച്ചോളാം. പ്രോജക്റ്റ് റിപ്പോർട്ട് എന്താ? അതൊരു ഡോക്യുമെന്റ് ആണ്. നമ്മൾ ചെയ്യാൻ പോണ ആ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫോർമേഷൻസും അടങ്ങിയിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, ഡോക്യുമെന്റ്, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ഫീസിബിലിറ്റി സ്റ്റഡിയുടെ എല്ലാ ഇൻഫർമേഷനും കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഭാഗം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാം. അല്ലെങ്കിൽ നമ്മളുടെ പ്രോജക്റ്റിന്റെ ഒരു ബ്ലൂ പ്രിന്റ് എന്ന് പറയാം, അല്ലേ? എങ്ങനെയാണ് നമ്മുടെ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ എന്തൊക്കെ സ്റ്റെപ്സ് എടുക്കണം എന്ന് നമുക്ക് നോക്കി അറിയാം. അങ്ങനെ നിങ്ങളുടെ ഓൺ വേർഡ്സിൽ തന്നെ അത് എഴുതുക. അറിയാൻ പറ്റുന്നില്ലെങ്കിൽ ആസ് ടു വാട്ട് ബിസിനസ് ഈസ് ഇന്റൻഡ് ടു ബി അണ്ടർടേക്കൺ ബൈ ദ ഓൺട്രപ്രണർ. ഞാൻ എന്താണ് ബിസിനസ് തുടങ്ങാൻ പോകുന്നത് എന്നത് നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർ ആണ്. അത് ഫിസിക്കലി പോസിബിൾ ആക്കുക, ഫിനാൻഷ്യലി വയബിൾ ആക്കുക, കൊമേഴ്ഷ്യലി പ്രോഫിറ്റബിൾ ആക്കുക, സോഷ്യലി ഡിസൈറബിൾ ആക്കുക, അതൊക്കെയല്ലേ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട്. പിന്നെ ഈ ഒരു ചോദ്യം ഇതുവരെ വന്നിട്ടില്ല. ഫീസിബിലിറ്റി റിപ്പോർട്ടും പ്രോജക്റ്റ് റിപ്പോർട്ടും തമ്മിൽ ഡിഫറൻസ് കേട്ടോ. ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് ആവശ്യമുണ്ടോ? അതിന്റെ ഒബ്ജക്റ്റീവ് എന്താ, പർപ്പസ് എന്താ? അതുവരെ ചോദിച്ചിട്ടില്ല. ഇത് ഇമ്പോർട്ടൻസ് ചോദിച്ചിട്ടുണ്ട്. പ്രോജക്റ്റ് റിപ്പോർട്ടിൽ ഒന്നും നമുക്ക് കളയാനില്ല കേട്ടോ. കണ്ടൻസ് പ്രോജക്റ്റ് റിപ്പോർട്ടിന്റെ ഇതാണ് essay ക്വസ്റ്റ്യൻ. ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അതിന്റെ എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്ന് ചോദിച്ചാൽ അതിന്റെ കണ്ടൻസ് തന്നെയാണ്. 15 പോയിന്റ് വരുന്നുണ്ട് ആ കണ്ടൻസ്. അപ്പൊ ആ കണ്ടൻസ് നിർബന്ധമായിട്ട് പഠിക്കുക. ഒരു പ്രാവശ്യം പ്രൊഫോമ എന്ന് പറഞ്ഞാൽ ചോദിച്ചത് കേട്ടോ. പ്രോജക്റ്റ് റിപ്പോർട്ടിന്റെ പ്രൊഫോമ എഴുതാനാ പറഞ്ഞത്. അപ്പൊ ശരിക്കും എഴുതും. പ്രൊഫോമ ചോദിച്ചാൽ ശരിക്കും ഇതാണ് എഴുതേണ്ടത്. ഇങ്ങനെ എഴുതാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അതിന്റെ കണ്ടന്റെങ്കിലും എഴുതി വെക്കുക. കാരണം പേപ്പർ വാല്യൂഷൻ ഒക്കെ പോകുന്ന സമയത്ത് എക്സാക്ട് ആയിട്ടുള്ള ഉത്തരവൊന്നും പലരും എഴുതില്ല. അപ്പൊ നമ്മൾ അത് ഒരു മീനിങ് വരുന്നുണ്ടോ അല്ലെങ്കിൽ ഉദ്ദേശിച്ച കാര്യത്തിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ളത്
നമ്മൾ നോക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പ്രൊഫോമ എന്ന് ചോദിച്ച് ശരിക്കും എഴുതേണ്ടത് ഇത് തന്നെയാണ്. ഈ ഒരു മോഡൽ, അതായത് ഫസ്റ്റ് സമ്മറി വരണം, സമ്മറിയിൽ വരുന്ന കാര്യങ്ങൾ ഇതാണ്, ഇൻട്രൊഡക്ഷൻ വരണം, അതിലിങ്ങനെ പോയിന്റ്, ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെയാണ്, ലൊക്കേഷൻ തന്നെയാണ്. അപ്പൊ ഇവിടെ നോക്കൂ, അങ്ങനെ അറിയാത്ത ഒരാൾക്ക് ഇതങ്ങനെ പോയിന്റ് വൈസ് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇത് വന്നൊരു ക്വസ്റ്റ്യനുമാണ്. പിന്നെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു എസ്സേക്ക് തന്നെ പ്രൊജക്ട് റിപ്പോർട്ട്, നല്ല പ്രൊജക്ട് റിപ്പോർട്ടിന് വേണ്ടതായിട്ടുള്ള റിക്വയർമെന്റ്സ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഞാനവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇതുവരെ നമുക്ക് പ്രൊജക്റ്റിൽ നിന്ന് എന്തൊക്കെ നല്ല പ്രിൻസിപ്പിൾസ് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാവും ചോദിച്ചിട്ടില്ല. 10 പോയിന്റ് വരുന്നുണ്ട്. എസ്സേക്ക് പക്കായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് പ്രൊജക്ട് റിപ്പോർട്ട്. പിന്നെ മെത്തേഡ്സ് ഓഫ് റിപ്പോർട്ടിംഗ് ആണ്. എങ്ങനെയൊക്കെ റിപ്പോർട്ട് ചെയ്യാം, നമുക്ക് റിട്ടൺ ആയിട്ട് റിപ്പോർട്ട് ചെയ്യാം, ഓറൽ ആയിട്ട് റിപ്പോർട്ട് ചെയ്യാം, ഗ്രാഫിക് ആയിട്ട് റിപ്പോർട്ട് ചെയ്യാം. റിട്ടൺ റിപ്പോർട്ട് തന്നെ 2 തരത്തിലുണ്ട്, ഫോർമൽ ആയിട്ടും ഉണ്ട്, ടാബ്ലേറ്റഡും ഉണ്ട്, അക്കൗണ്ടിങ് റേഷ്യോസിലും കാണിക്കാം. ഗ്രാഫിക് റിപ്പോർട്ടിംഗ് ആണെങ്കിൽ അവിടെ ചാർട്ട്, ഡയഗ്രാം, പിക്ചേഴ്സ് ഒക്കെ ചെയ്യാം. ഓറൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുമ്പോൾ അത് ഗ്രൂപ്പ് മീറ്റിംഗ്സോ കോൺഫറൻസോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നാണ്. മെത്തേഡ്സ് ഒന്നും ചോദിച്ചിട്ടില്ല കേട്ടോ. പ്രൊജക്ട് റിപ്പോർട്ട് എന്താണെന്ന് പഠിക്കുക, അതിന്റെ നീഡ്, പർപ്പസ്, ഇമ്പോർട്ടൻസ് നോട്ട് ചെയ്യാം, പിന്നെ അതിന്റെ കണ്ടന്റ്സ്, പിന്നെ നല്ലൊരു പ്രൊജക്ട് റിപ്പോർട്ടിന് വേണ്ട റിക്വയർമെന്റ്സ്, പ്രിൻസിപ്പിൾസും മെത്തേഡ്സ് ഓഫ് റിപ്പോർട്ടിങ്ങും ഇതുവരെ ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് അതും കൂടി പഠിച്ചേക്കുക കേട്ടോ, അതിനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ഒരു ഓവറോൾ ആയിട്ട് EDP എന്ന് പറയുമ്പം നമ്മൾ പഠിക്കേണ്ട കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഒരുപാട് പേർക്ക് ഇപ്പോഴും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ഒരുപാട് മടിയാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ തന്നെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളെപ്പോലുള്ള ഫ്രണ്ട്സിലേക്കൊക്കെ ഒരുപാട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, പിന്നെ നമ്മൾ എല്ലാ 4th സെമ്മിലെ എല്ലാ സബ്ജക്റ്റിൻ്റെയും വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ സബ്ജക്റ്റിൻ്റെയും 3 ക്വസ്റ്റ്യൻ പേപ്പർ വീതം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കുറേയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ചിലതൊന്നും സമയക്കുറവ് മൂലം നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാൻ പറ്റിയിട്ടില്ല. എങ്കിലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒന്ന് കിട്ടുക എന്നുള്ളത് മാത്രമായിരുന്നു നമ്മുടെ ഉദ്ദേശം ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി ആ രീതിയിലൊന്ന് പഠിക്കുക. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കേണ്ട ആൾക്ക് കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചാനലിൽ പോയിട്ട് പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ സബ്ജക്റ്റ് വൈസ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഓരോ പോർഷൻസ് വേണമെങ്കിൽ അത് ഡീറ്റെയിൽ ആയി എടുത്ത് തന്നിട്ടുണ്ട്. PDF നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ എല്ലാ സബ്ജക്റ്റിൻ്റെയും ഫസ്റ്റ് വീഡിയോയിൽ ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ PDF അവൈലബിൾ ആണ്, ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം നമ്മൾ പരമാവധി എത്തിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് മാക്സിമം എല്ലാവരും യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നല്ല രീതിയിൽ നാളെ തുടങ്ങാനിരിക്കുന്ന നിങ്ങളുടെ 4th സെമസ്റ്റർ എക്സാം എല്ലാവരും നല്ല രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്യാം. അതായത് തീരെ ഇതുവരെ പഠിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ള ആളുകൾക്ക് പോലും ഒരാഴ്ച ഒന്ന് മെനക്കെട്ടാൽ അവർക്കും പാസ് മാർക്ക് വാങ്ങാവുന്നതേ ഉള്ളൂ. പിന്നെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത ആളുകൾക്ക് എങ്ങനെ പോയാലും 80 മാർക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയ സ്ഥിതിക്ക് 70 എബവ് വാങ്ങാൻ വളരെ ഈസി ആയിട്ട് തന്നെ പറ്റും. കാരണം എൻ്റെ ക്ലാസ്സുകൾ ആദ്യം മുതൽ കാണുന്ന ആളുകളാണെങ്കിൽ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പം അനുബന്ധ ക്വസ്റ്റ്യൻസ് പോലും ഓർമ്മയിൽ വരുന്നത് ആ പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ അല്ലാതെ നമ്മൾ അതിനോട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരും മാക്സിമം കാണാത്ത ആളുകളുണ്ടെങ്കിൽ മുന്നത്തെ വീഡിയോസൊക്കെ ഒന്ന് പോയിട്ട് കാണാം. അതിനാണ് ഞാൻ പറഞ്ഞത്, ചാനലിൽ നിങ്ങൾക്ക് ഏത് വീഡിയോ ആണ് നിങ്ങളുടെ കയ്യിൽ എത്തുന്ന അറിയില്ല എങ്കിലും ചാനലിൽ പോയിട്ട് പ്ലേലിസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ക്ലിയർ ആയിട്ട് തന്നെ നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. സബ്ജക്റ്റ് വൈസ് ആയിട്ടും ചാപ്റ്റർ വൈസ് ആയിട്ടും ഒക്കെ നിങ്ങൾക്ക് തിരയാൻ വളരെ ഈസി ആയിട്ട് അല്ലെങ്കിൽ മനസ്സിലാവുന്ന രീതിയിൽ തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ക്വസ്റ്റ്യൻ പേപ്പറും ഇതേപോലെ ക്ലാസ്സുകളും ഏതെങ്കിലും പോർഷൻ ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ ഒന്ന് വീണ്ടും കേൾക്കുക. മുന്നേക്ക് അപ്ലോഡ് ചെയ്ത വീഡിയോസൊക്കെ ഒന്ന് കാണുക. വരും ദിവസങ്ങളിൽ ബാക്കിയുള്ള സബ്ജക്ട്സിൻ്റെയൊക്കെ ഇതേപോലെ തന്നെ നമ്മളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചെയ്തിടാം. അപ്പോൾ എല്ലാവരും മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, താങ്ക്